ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വീക്ക്ലി വ്ളോഗ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ്. ഇപ്പം നമ്മൾ സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ അറിയാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരമായി ഇവിടെ എത്തിയിട്ട്. ഇവിടെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ട്രെയിൻ ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ അതിന് കാത്തിക്കാണ്. വീഡിയോ എടുക്കാൻ വിചാരിച്ച്. അപ്പം നമ്മൾ കുറച്ച് നേരമായിട്ട് വിളിച്ചിട്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ സ്നാക്സ് വന്നിട്ടുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഇതാണ് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് തിന്നാം. ഇതൊക്കെ സാധനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിലേക്ക് ബട്ടറൊക്കെ കൂട്ടിയിട്ട് തിന്നാം. ഇതാണ് നമ്മുടെ ലഞ്ച്. നമ്മൾ നോൺ വെജ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്, പിന്നെ വേറെ ഏതോ ഒരു കറിയുണ്ട്, പിന്നെ റൈസ് ഉണ്ട്. ഇതെന്താ സംഭവം? പൊട്ടറ്റോ ആണ് തോന്നുന്നത്. പിന്നെ ചപ്പാത്തി ഉണ്ട്, അച്ചാറുണ്ട്, അതുപോലെ തന്നെ തൈരുണ്ട്. അപ്പോൾ നമുക്കിത് തിന്നാം. ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു 4:30 ആയപ്പോൾ നമുക്ക് സ്നാക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്നാക്സ് എന്തൊക്കെയാണ് ഇതാണ് നമുക്ക് ഉള്ളത്. കൂടെ നമുക്ക് ചായയും വരുന്നുണ്ട്. അപ്പോൾ ഒരു മിച്ചറുണ്ട്, നമ്മൾ അങ്ങോട്ട് മിച്ചർ പറയും. പിന്നെ ഇതെന്താ, ഇതൊരു ബിസ്ക്കറ്റാണ്. ആൻഡ് ഇത് ടീക്കുള്ള സാധനമാണ്. പിന്നെ ഇതൊരു സോന പപ്പടി സാൻഡ്വിച്ച്. അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്ന ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മളിപ്പോൾ രാജധാനി എക്സ്പ്രസ്സിലാണുള്ളത്, 3 ടയർ AC കമ്പാർട്ട്മെൻറ്റിൽ. ഇപ്പോൾ നമ്മൾ ബോംബെ കടന്നിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിനുകളിലൊന്നാണ് രാജധാനി എക്സ്പ്രസ്. അപ്പം ഇതിന് അധികം സ്റ്റോപ്പൊന്നുമില്ല. ഇവിടുത്തെ ബോംബെയിലത്തെ കുറച്ച് വ്യൂസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Let me know if you'd like me to assist with any other songwriting or music concepts. അപ്പോൾ നമ്മൾ നാളെ ഉച്ചയോടുകൂടി, അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് നമ്മൾ ഡൽഹിയിലെത്തും. അപ്പോൾ അവിടെ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ടാക്സിയിലാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് സരോജിനി മാർക്കറ്റിലാണ്. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും വില കുറച്ച് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തിരയാണ്. സോറി, അപ്പോൾ നമ്മൾ ലോട്ടസ് ടെമ്പിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ലോട്ടസ് ടെമ്പിൾ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഉള്ളിൽ ഒരു പോണ്ടാണുള്ളത്. ഇവിടെയൊക്കെ പോണ്ട് തന്നെയാണ്. ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ടാണ് ഉള്ളിലത്തെ വ്യൂസ് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത്. ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുത്തബ് മിനാറാണ്. അപ്പോൾ നമ്മളിതാ കുത്തബ് മിനാറിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുകയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഡൽഹിയിലെ ഏറ്റവും വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കുത്തബ് മിനാർ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മൾ കുത്തബ് മിനാറിൻ്റെ ഗേറ്റ് കടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളോട്ട് കയറണം. ഇത് നേരിട്ട് നോക്കിയാൽ ഭയങ്കര നല്ല രസമുള്ള വ്യൂ ആണ്. ബട്ട് ഇത് വീഡിയോ എടുക്കായതുകൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്തത്. പക്ഷെ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ഭയങ്കര വലുതുമാണ്, കാണാൻ നല്ല രസമുണ്ട്. കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള പ്ലേസ് കാണാനാണ്. ഇത് നമ്മൾ ആർക്കിടെക്ചർ ആൻഡ് സ്റ്റൈലാണ്.
ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചുറ്റി അടിച്ചിട്ടൊന്ന് കാണാം. കുത്തബ്മിനാറിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് വളരെ പച്ചപ്പും കൂടിയുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ പഴയ ശൈലിയിലുള്ള കുറേ എന്താ പറയുക ബിൽഡിങ്സും ഒക്കെ നമുക്ക് കാണാം. ഇപ്പോൾ രാത്രിയായി വരുന്നുണ്ട്. നമ്മൾ ആഗ്രയിലേക്ക് പോവാണ്. കുത്തബ്മിനാറിനും നമ്മളിനി ആഗ്രയിലേക്ക് പോവാണ്. ആഗ്രയിൽ നിന്നാണ് നമ്മളിനി താജ്മഹലിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ കുത്തബ്മിനാറിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പം നാളെ വേറൊരു പുതിയ വീഡിയോ അയച്ച് ഇനി വരുന്നതാണ്. അപ്പോൾ നാളെ കാണുന്നവരെ ബൈ.